ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോസൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എൻ്റെ കഴുത്തും കൈയും നല്ലോണം എനിക്ക് പ്രശ്നം തരുവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇടാനായിട്ട് വൈകി പോകുന്നത്. അപ്പോൾ കഴിവതും ഞാൻ ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഹെൽത്ത് നമ്മളെ അനുവദിക്കുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഉടനെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് ടു നൂൺ വരെയുള്ള കാര്യങ്ങളാണ്. മെയിൻലി ഇതിൽ ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എന്തായാലും ചായ ഇട്ടിട്ട്, ചായ കുടിക്കാതെ നമുക്കൊരു ദിവസം തുടങ്ങിയില്ലല്ലോ, അതുകൊണ്ട് രാവിലെ ഞാൻ ചായ ഇട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. കോൺഫ്ലേക്സ്, ഓട്സ് ഇങ്ങനെ മാറി മാറി. ഇന്ന് കോൺഫ്ലേക്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ചായ ഇട്ടിട്ട് ഹസ്ബൻഡിന് ഉള്ള ചായ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാനിത് ഫസ്റ്റ് ചായയൊന്നല്ല, രണ്ടാമത്തെയോ മൂന്നാമത്തെയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ചായ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് വന്നിട്ട് ഞാൻ രാവിലെ തന്നെ ചോറ് വയ്ക്കാനായിട്ട് ചോറങ്ങ് ആദ്യമേ വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ കറിയൊക്കെ വെച്ചിട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോവും. പിന്നെ ചോറ് അടുപ്പത്തിരിക്കുന്ന സമയം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കേ, അത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇത് ചോപ്പറിലിട്ട് തന്നെയാണ് കേട്ടോ ഇത് അരിയുന്നത്. അപ്പോൾ ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് സവാളയും ബീട്രൂട്ടും ക്യാരറ്റും ഒരുമിച്ചിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അത് എന്നിട്ട് അത് ഞാൻ ബീട്രൂട്ട് തോരൻ മാത്രമായിട്ടും ക്യാരറ്റ് തോരൻ മാത്രമായിട്ട് കഴിക്കുന്നതിനേലും ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വെക്കുമ്പോൾ. പിന്നെ അപ്പോഴേക്കും ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ചോറ് തിളച്ചിട്ടുണ്ട്. ചോറ് ഞാൻ ആ തെർമൽ കുക്കറിലോട്ട് അങ്ങ് ഇറക്കി അടച്ച് വയ്ക്കും. പിന്നെ അതൊരു 1-1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും. പിന്നെ അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലിപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, ഇത്രയാണ്, കറിവേപ്പില, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും. കാരണം ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് സിമ്പിൾ കുക്കിംഗ് ആണ്. പക്ഷേ പുതിയതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ സഹായമായിരിക്കും. അതുകൊണ്ട് അവരെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത്. എന്നിട്ട് തോരൻ ഒന്ന് കടുക് പൊട്ടിച്ച് അതൊന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വെന്തോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത്തയ്ക്ക ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ചെറുതായിട്ട് തോരൻ അരിയുന്ന പോലെയൊക്കെ വളരെ ഇതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. വലിയ പീസ് എനിക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കുഞ്ഞു പീസായിട്ടിട്ട്. എന്നിട്ട് അപ്പോഴേക്കും തോരൻ ഏകദേശം റെഡിയായി വന്നു. അപ്പോഴേക്കും ഞാനതിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇളക്കി കുറച്ച് ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കുമ്പോഴേക്കും തോരൻ റെഡി ആയിട്ടുണ്ടാവും കണ്ടോ. നല്ല കളർഫുള്ളുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലയ്ക്ക് മെഴുക്ക് പുരട്ടിക്കും കൂടെ ഉള്ളതാണ് ഈ ഉണ്ടാക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, അത് രണ്ടും കൂടി നന്നായിട്ട് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്യുക. പിന്നെ കല്ലെന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചോപ്പ് ചെയ്താണ് എടുക്കാറ്. അപ്പോൾ ഇത് ഏത്തയ്ക്ക ഒന്ന് കുക്കറിൽ കുറച്ച് വെള്ളവും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇത്രയും ഇട്ട് ഞാൻ ഒരു വിസിൽ വരെ ഒന്ന് വേവിക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ അത് എനിക്ക് അത്ര വെന്തതുപോലെ ഫീൽ ചെയ്യാറില്ല കണ്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എങ്ങാനും മഞ്ഞൾപ്പൊടിയെ ഞാൻ ആദ്യം ഇടുകയുള്ളൂ. എന്നിട്ട് ഈ കുക്കർ അടച്ച് ഒരു വിസിൽ, കൂടിപ്പോയ ഒരു 2 വിസിൽ, അതിൽ കൂടുതൽ ഞാൻ വേവിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ തൈരാണ് കേട്ടോ ഇന്ന്. തൈര് ഇതാക്കി എടുക്കുമല്ലോ നമ്മൾ, ഒരു സാലഡ് പോലെ, സർലാസ് എന്നൊക്കെ പറയും. സവാള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ കൂടി ഇട്ടിട്ട് ഇതുപോലെ എല്ലാം ചോപ്പറിൻ്റെ ബലത്തിലാണ് കേട്ടോ ഞാൻ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് മുഴുവൻ ഇരുന്ന് അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ പിന്നെ നല്ല പണി എനിക്ക് തരും. അതുകൊണ്ട് എല്ലാം എനിക്ക് ഈ ചോപ്പർ മാത്രമല്ല കേട്ടോ, എനിക്കൊരു വലിയ ചോപ്പറും കൂടെ ഉണ്ട്. അത് ആ വീട്ടിലിരിക്കുവാണ്, അത് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതിട്ട് കൊടുത്തത്. കടല വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ആ മസാലാസ്, ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ റോ സ്മെല്ല് പോകുമ്പോൾ ഈ കടലയും കൂടെ നന്നായിട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കതിന് ഒരു കളറ് പോരാൻ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1/2 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേലും കടല നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ കടല ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ്. സാധാരണ ഇവിടെയൊക്കെ നമ്മുടെ ഈ തിരുവനന്തപുരം സൈഡിലൊക്കെ ആണെങ്കിൽ എല്ലാവരും കടലക്കറിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചോറിന് ഇങ്ങനെ കടല മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് ശേഷം ഇനി അടുത്ത് ഞാൻ ഏത്തയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള ഇതാണ്. അതിനും സെയിം തന്നെയാണ്. കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ച് ഇതിലൊന്നും ഞാൻ ഈ ബീട്രൂട്ടിന് ഞാൻ കടുക് പൊട്ടിച്ചു. ഈ കടലയ്ക്ക്, ഈ ഏത്തയ്ക്ക മെഴുക്കുവരട്ടിക്കൊന്നും ഞാൻ കടുകിട്ട് പൊട്ടിക്കാറില്ല കേട്ടോ. ഈ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് വഴറ്റിയതിന് ശേഷം ഈ സെയിം മസാല തന്നെയാണ് ഞാൻ ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എങ്ങാനും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർക്കും കേട്ടോ. അപ്പോൾ ഇതും അതെ ഇത്രയും ചേർക്കുന്നുള്ളേ. അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ റോ സ്മെല്ല് പോയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, അത് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അല്ലാതെ നമ്മളിത് എണ്ണയിൽ തന്നെ വഴറ്റിയെടുത്താലുണ്ടല്ലോ ഇത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതും നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നതും എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അങ്ങനെയുള്ള കറികളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായി. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അതൊന്നും ഞാൻ കാണിക്കാൻ നിന്നില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ നിന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഉച്ചയ്ക്കുള്ള ചോറ് വിളമ്പാണ്. നല്ല ചെമ്പാവരി ചോറ് കണ്ടോ, അതിൻ്റെ കൂടെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇങ്ങനെയുള്ള നാടൻ കറികളും കൂട്ടി ചോറുണ്ടുമ്പോഴത്തേൽ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, വേറെ നമ്മളിപ്പം ബിരിയാണി കഴിക്കുമ്പോഴോ അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇതിന് കിട്ടുന്നൊരു സംതൃപ്തി അതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നാടൻ ഫുഡ് ഇഷ്ടമുള്ളവർ. അപ്പോൾ തോരനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടല ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഊണ്. കണ്ടോ, കടല മെഴുക്കുവരട്ടി കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ? അത് കഴിക്കുമ്പോഴും അതെ ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് ഞാനും ഈ കടലയൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ, പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് തുടങ്ങി. ഇതൊക്കെ സാഞ്ചേട്ടൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നാണേ, എൻ്റെ ഹസ്ബൻഡ് അമ്മ. നല്ല ടേസ്റ്റായിട്ടുള്ള കറികളാണ്. പിന്നെ
ഈ തൈര് കൂട്ടി ചോറിന് അതിൻ്റെ ഒരു ടേസ്റ്റ് അപാരാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട. നമുക്ക് ഈ തൈരും ഒരു മുളകൊക്കെ വറുത്തതും ഒക്കെ കൂടി ഉണ്ടെങ്കിൽ, ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, ചൂരയാണ് കേട്ടോ, ചൂര ഫ്രൈ, അങ്ങനെ മീൻ ഫ്രൈയും പിന്നെ കുറച്ച് അച്ചാറും. നമുക്ക് അപ്പോഴല്ലേ ഒരു നിറവ് വരുള്ളൂ, അച്ചാറും കൂടി വരുമ്പം അതൊരു നിറവായി. അപ്പോൾ അച്ചാറും കൂടെ കൂട്ടി ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.